എല്ലാ കൂട്ടുകാർക്കും ഡി ഫാമിലീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. ഫിഷ് ഇൻ ലെമൺ ബട്ടർ സോസ് എന്നാണ് ഈ ഡിഷിൻ്റെ പേര്. നല്ലൊരു ടേസ്റ്റി ഡിഷ് തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് സാൽമൺ ഉപയോഗിച്ചാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഫിഷ് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. ആവശ്യമുള്ളവർ അത് കാണാൻ മറക്കരുത്. ഇനി നമുക്കിത് കൊണ്ട് ഫില്ലറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഈ മുള്ളുള്ള ഭാഗത്ത് നിന്ന് നമുക്കിതുപോലെ മുറിച്ചെടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം ഇത് മുറിച്ചെടുക്കാൻ. നമുക്ക് ഈ ഒരു റെസിപ്പി സാൽമൺ ഉപയോഗിച്ച് മാത്രമല്ല കിങ് ഫിഷ് ഉപയോഗിച്ചൊക്കെ ചെയ്യാവുന്നതാട്ടോ. പക്ഷേ മീൻ മുറിക്കുമ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുള്ള് നമുക്കിതുപോലെ പറിച്ചെടുത്ത് കളയണം. ഈ ഒരു രീതിയിൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ മുള്ളെല്ലാം പെട്ടെന്ന് പോരും. കൂടാതെ നമുക്ക് ഈ സൈഡിലത്തെ മുള്ളധികമുള്ള ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ വേണം നമുക്ക് മീൻ മുറിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 2 പീസ് എടുത്ത് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു ബൗളെടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 മുട്ടയെടുത്ത് നല്ലതുപോലെ പതപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടാതെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് വേണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് 1 ടീസ്പൂൺ പാഴ്സലി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രഷ് പാഴ്സലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി നല്ലതുപോലെ അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് മീനിൽ നല്ലതുപോലെ പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് വയ്ക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മീനിലേക്ക് അതിൻ്റെ ആ ഉപ്പും പുളിയൊക്കെ പിടിച്ച് മീൻ നല്ല ടേസ്റ്റി ആവുള്ളൂ. ഇതിപ്പോൾ നല്ലതുപോലെ മീനിൽ മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ ഓരോന്നിട്ട് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ അധികം കൊണ്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡും ഒരുവിധം ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം. ഇതുപോലെ തന്നെ എല്ലാ സൈഡിലും ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈഡിലും ആ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയി കിട്ടും. ഇതിപ്പോൾ മീൻ എല്ലാ സൈഡും ഒരേപോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് തയ്യാറാക്കലാണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് അതൊന്ന് ഉരുകി കഴിയുമ്പോഴേക്കും 1/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസ് അധികം അങ്ങോട്ട് വേവിച്ച് കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാവണം. ആ രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോസ് തയ്യാറാക്കലാണ്. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുള്ള മിക്സ് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് അത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും ചേർത്ത് കൊടുക്കാം. സവാള ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ. നല്ലതുപോലെ വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ബട്ടർ അതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഉരുകി കഴിയുമ്പോഴേക്കും ഒരു 1/4 ടേബിൾ സ്പൂൺ പാഴ്സലി ചേർത്ത് കൊടുക്കാം. അത് ഫ്രഷ് പാഴ്സലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സോസ് റെഡിയായി.
ഇതിപ്പോൾ നമ്മുടെ ലെമൺ ബട്ടർ സോസും വെജിറ്റബിൾസും ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് സൈഡിലായിട്ട് വെജിറ്റബിൾസും വെച്ച് കൊടുക്കാം. 2 ലെമൺ സ്ലൈസ് ചെയ്തതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ മീനിൻ്റെ മേളിലായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലെമൺ ബട്ടർ സോസ് ഒഴിച്ച് നല്ല ചൂടോടുകൂടെ തന്നെ ഇത് കഴിക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാട്ടോ ഇത്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ടേസ്റ്റൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.